നമസ്കാരം. നമുക്ക് ഇന്ന് വരിക വരിക സഖിയുടെ പല്ലവിയിലേക്ക് കിടക്കാം. കഴിഞ്ഞതിൽ നമ്മൾ ശ്ലോകം സന്ദർഭം ഇങ്ങനെയാണ്, അതാണല്ലോ പറഞ്ഞിരുന്നത് ശ്ലോകം. അപ്പോൾ ഇത്തവണ നമ്മൾ വരിക വരിക സഖി, അത് വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു, അതാണ് പല്ലവിയിൽ വരുന്നത്. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു എന്നുള്ളത് ഒരു 8 പ്രാവശ്യത്തോളം അത് പാടുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 3 തവണ വരൂ സഖി വരൂ, ശ്രേഷ്ഠനായ അദ്ദേഹത്തെ കണ്ടു എന്ന് മാത്രമേ കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 5 എണ്ണത്തിൽ പിന്നെ പൂർണ്ണചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ, താമരക്കണ്ണനെ പോലെയുള്ള താമര ഇതള പോലെയുള്ള കണ്ണുകളോടുകൂടി അദ്ദേഹത്തെ, പിന്നെ പൂവും തളിരും ഉള്ള വനമാല ധരിച്ച അദ്ദേഹത്തെ, മഞ്ഞ വസ്ത്രം ഉടുത്ത അദ്ദേഹത്തെ, മേഘവർണ്ണനായ അദ്ദേഹത്തെ, ഇങ്ങനെ 5 വിധത്തിൽ അദ്ദേഹത്തിനെ ഒന്ന് വർണ്ണിക്കുന്നതായിട്ടാണ് രണ്ടാമത്തെ ഒരു പകുതിയിൽ. അത് ആദ്യത്തെ പകുതിയിൽ 3 ഇത് വരിക വരിക ഇത് മാത്രമാണ്. അപ്പോൾ ഞാൻ അതിന് ഇത് ആദ്യത്തെ മുതൽ സ്റ്റെപ്പുകളുണ്ട്, പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് അത് കാണിക്കാതെ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, അവൾ ഓടി ഇങ്ങോട്ട് ചെന്നു, എന്നിട്ട് പരിഭ്രമത്തോടു കൂടി ചോദിക്കുകയാണ് എന്താണെന്നുള്ളത്. ഇങ്ങനെ ഓടി ഇങ്ങോട്ട് ചെന്നിട്ട് വരി വരിക, അതാണ് ആദ്യം വരൂ സഖി. അവൾ അവിടെ തന്നെ വരൂ നീ, അത് വേപ്രാളത്തിലാണ് ചോദിക്കുന്നത്. വരിക വരിക സഖി എന്ന് പറയുമ്പോൾ സംബോധനയാണ്. ഒരു സഖി എന്ന് മുദ്രയല്ല കാണിക്കുന്നത്. സഖി, ആ സഖിയോട് നേറ്റ സ്നേഹമുണ്ട്, അതുകൊണ്ടാണ് അവളെ തന്നെ സെലക്ട് ചെയ്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ സഖി വരഗുണൻ, ശ്രേഷ്ഠനായ വരഗുണൻ എന്നുള്ള അതെങ്ങനെയാണ് ഈ ശ്രേഷ്ഠൻ എന്നുള്ള മുദ്രയിൽ ഇവിടെയാണ് ധീരരസം വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് ധീരരസമാണ്. വരഗുണൻ അദ്ദേഹത്തെ, അവനെ ഇങ്ങനെ കാണിക്കില്ല, കയ്യ് മുഴുവൻ എടുത്തിട്ടേ കാണിക്കും. അവനെ കണ്ടു, അദ്ദേഹത്തെ കണ്ടു. ആ ഒന്നാമത് ചോദിക്കുമ്പോൾ കണ്ടില്ലേ എന്നുള്ള ആ ഒരു വെപ്രാളത്തോടെ ആദ്യത്തെ ചോദിക്കുക, അവനെ കണ്ടു എന്നാണ് ഒന്നാമത് ചോദിക്കുന്നത്. രണ്ടാമത് അവളോട് പറയുക വരൂ സഖി, വന്നാലും നീ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ടല്ലേ വരണത്, വരൂ. അതൊരു റെസ്പെക്റ്റോട് കൂടി വിളിക്കുന്നത് മാതിരിയാണ് അമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. വരിക വരിക വന്നാലും സഖി വരഗുണൻ, അവിടെ വരഗുണൻ അവനെ കണ്ടു. കണ്ടില്ലേ ആദ്യത്തെ കണ്ടോ നീ ഉണ്ടാകുന്നത്, നീ കണ്ടില്ലേ ഇദ്ദേഹത്തെ, അതാണ് കണ്ടോ. ഇനി മൂന്നാമത് എടുക്കുമ്പോൾ അത് സ്റ്റെപ്പോട് കൂടിയാണ്, എല്ലാം സ്റ്റെപ്പ് വെച്ചിട്ടാട്ടോ. വരിക വരിക സഖി വരഗുണൻ, അതൊരു സ്റ്റെപ്പ് എടുത്ത് അവനെ എന്നുള്ള കൃഷ്ണനെ, അവനെ കണ്ടു, അത് സ്നേഹത്തോടെ കണ്ടില്ലേ. ഇപ്പോൾ 3 വിധത്തിലാണ് കാണിക്കുന്നത്. ആദ്യം നീ കണ്ടില്ലേ അദ്ദേഹത്തിന്, ആദ്യം കണ്ടോ കണ്ടോ എന്ന് ചോദിക്കുക. രണ്ടാമത് നീ കണ്ടില്ലേ അദ്ദേഹത്തിന്, കണ്ടില്ലേ. എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ അവളുടെ ആ ഭാവങ്ങൾ ഓരോന്ന്, അതിപ്പോൾ ഞാൻ കാണിക്കുന്നത് മാതിരി ഒരാൾ കാണിക്കണമെന്നില്ല. അടുത്ത ആൾ കാണിക്കുമ്പോൾ അയാളുടെ മനോധർമ്മം ഭാവങ്ങൾ, ഈ ഭാവങ്ങളൊന്നും മാറിയോണ്ട് കുഴപ്പമില്ല. പക്ഷേ ഇനി നവരസങ്ങൾ വരുമ്പോൾ അത് നമ്മൾ ശരിയായിട്ട് തന്നെ പോകണം. ഇതിപ്പോൾ 3 വിധത്തിൽ കാണിക്കുന്നത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ആ കണ്ടോ കണ്ടോ എന്നുള്ളത് ചോദിക്കണമുണ്ട്. ഇപ്പം ഞാൻ ധന്യ വേറെ വിധത്തിൽ കാണിച്ചു എന്ന് വരാം, പക്ഷെ അത് സംഗതി മുദ്രകൾ ഒന്നാണ്. അതിൻ്റെ അർത്ഥം അതിൻ്റെ സാഹിത്യത്തിൻ്റെ അർത്ഥം അനുസരിച്ച് മുദ്രകളാണ്. ഇപ്പം ഞാനതൊരു പാട്ടോടുകൂടി ഞാനൊരു പ്രാവശ്യം ചെയ്യാം. വരി, അതിങ്ങനെ യോഗി വരിക, ആദ്യത്തെ പരിഭ്രമാട്ടോ. വരിക വരിക സഖി വരഗുണൻ വീരൻ അവനെ കണ്ടു. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു. 2 വരിക വരിക സഖി വരഗുണൻ
അവൻ അവനെ കണ്ടു. ഇങ്ങനെ 3 വിധത്തിൽ. ഇപ്പം ഞാൻ തന്നെ കാണിക്കുമ്പോൾ 3 പാവവും. അപ്പം അത് വേറൊരാൾ ചെയ്യുമ്പോൾ അത് അവരവരുടെ മനോധർമ്മം അനുസരിച്ച് അവിടെ വന്നും വരും. ഈ കണ്ടോ എന്നുള്ളത് മാത്രം, ബാക്കിയെല്ലാം ഒരേ മാതിരി തന്നെയാണ്. അപ്പം നമുക്കിനി അതിൻ്റെ സ്റ്റെപ്പ് എന്താണ്, സ്റ്റെപ്പോട് കൂടി അത് ചെയ്യണത് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം. ധന്യെ കൊണ്ട് ചെയ്യിപ്പിക്കാം. നമസ്കാരം. ടീച്ചർ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് ഈ വരിക വരിക സഖിയുടെ സ്റ്റെപ്പുകൾ, ചുവടുകൾ ചേർത്ത് എങ്ങനെ വരിക വരിക സഖി ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പം ആദ്യം വരിക വരിക സഖി ടീച്ചർ പറഞ്ഞത് വിളിക്കുന്ന സമയത്ത് കാല് നമ്മൾ നോർമൽ നിൽക്കുന്ന പോലെ ഇങ്ങനെ നിന്നിട്ട്, ഇപ്പം ഇങ്ങനെ നിന്ന് കണ്ടു, വരുന്നത് ദൂരേന്ന് കണ്ടു, ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ദൂരേന്ന് സഖി വരുന്നത് നോക്കി ഇങ്ങനെ ആകാംക്ഷയോടുകൂടി നിൽക്കുന്ന സമയത്ത് മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ ഇതിൽ ഒന്നാമതെടുത്ത വരിക വരിക സഖിക്ക് നമ്മൾ കാല് ചുവട് നമ്മളിങ്ങനെ നിന്നിട്ട് ഈ റൈറ്റ് കാല് ലെഫ്റ്റ് കോർണറിലേക്ക് പതുക്കെ ഇങ്ങനെ വെച്ചു, ഫ്രണ്ടിലേക്ക് വെച്ചു. പിന്നെ ലെഫ്റ്റ് കാല് വെച്ചു. അപ്പം കർത്തരിമുഖ മുദ്രയാണ് നമ്മൾ പിടിച്ചത്. കർത്തരിമുഖ മുദ്രയാണ് നമ്മൾ ആദ്യം പിടിക്കുന്നത്. അപ്പം വരൂ എന്ന് വിളിക്കുന്നത്. അപ്പം വിളിക്കുന്നതിനൊപ്പം വരൂ എന്ന് കണ്ണുകൊണ്ട് പതുക്കെ സഖിയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അതിനുശേഷം അവൾ വരുന്നില്ല. അപ്പം വരൂ, വാ എന്ന് ഒന്നും കൂടെ വിളിച്ചു. അപ്പം എങ്ങനെയാണ് എടുക്കുക? ഇത്ര എടുത്തു. ഇനി സഖി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലിങ്ങനെ വെച്ച ഫ്രണ്ടിലോട്ട് വെച്ച കാല് വരിക വെച്ച കാല്, റൈറ്റ് കാല് സൈഡിലോട്ട് അമർന്നിരുന്നതിന് ശേഷം ഇത് നമ്മൾ സഖിയെ അഡ്രസ്സ് ചെയ്യുന്നതാണ്. നീ എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ താന്നതിന് ശേഷം ആ സൈഡിലോട്ട് ഈ വരഗുണൻ എടുത്തപ്പോൾ റൈറ്റ് കാല് ബാക്കിലിരിക്കുന്ന കാലം അങ്ങനെ തന്നെ വരഗുണൻ, റൈറ്റ് കാല് അങ്ങനെ തന്നെ വെച്ചു, ലെഫ്റ്റ് കാല് ബാക്കിലോട്ടും വെച്ചു. എന്നിട്ട് ശ്രേഷ്ഠൻ എന്ന മുദ്രയാണ്. അപ്പം ഒന്നുകൂടെ കൂട്ടിയെടുക്കുമ്പോൾ വരഗുണൻ. ഇനി അവനെ വെക്കുമ്പോൾ ഈ റൈറ്റ് കാല് റൈറ്റ് സൈഡിലോട്ട് വെച്ചിട്ട് അവനെ. ഇനി നമ്മൾ ഈ ബാക്കിൽ വെച്ച ലെഫ്റ്റ് കാല് നേരെ വെച്ചിട്ട് ശ്വാസം പതുക്കെ എടുത്തിട്ട് കണ്ടോ, അങ്ങ് ശ്വാസം ഒന്ന് ലൂസാക്കി. അപ്പം ഇങ്ങനെ ചെയ്യും. ഇനി രണ്ടാമത് എടുക്കുന്നത്, രണ്ടാമത്തേന് എന്താ ചെയ്യുക വെച്ചാൽ നമ്മൾ വിളിച്ചപ്പോൾ സഖി അവിടെ തന്നെ നിൽക്കുക. അപ്പം നമ്മൾ സഖിയോട് ഒന്ന് അടുത്തേക്കൊന്ന് വാടോ എന്ന് നമ്മളൊന്ന് പറയുക, അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ വിളിക്കുക. ആദ്യത്തെ ഇനി എന്തെങ്കിലും അവിടെ തന്നെ നിന്ന് വിളിച്ചാൽ മതി. അപ്പം നമ്മൾ ആദ്യത്തെ എടുത്തത് വളരെ സ്നേഹത്തോടെ സഖി
വരഗുണൻ ശ്രേഷ്ഠനായ വനേ കണ്ടു വരിക വരിക എൻ്റെ അടുത്തേക്ക് നീ വാ എന്നാ വിളിച്ചത്. അപ്പം എങ്ങനെ വിളിച്ചത്? ആദ്യം വിളിച്ചപ്പോൾ അവിടെ തന്നെ വിളിച്ചിട്ട് ആദ്യം നമ്മൾ എടുത്ത പോലെ തന്നെ വരിക. ഇനിയോ ഇനി ഇങ്ങനെ ബാക്കിലോട്ട്, ഈ കാലൊരു ലേശം ബാക്കിലോട്ട് വെച്ചിട്ട് നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അങ്ങോട്ട് വെച്ച് ലെഫ്റ്റ് കാലിൻ്റെ മുൻവശം ശക്കല ഒന്ന് പൊക്കി. അപ്പം എങ്ങനെ വരും? വരിക നീ എൻ്റെ അടുത്തേക്ക് വാ. നീ സമീപത്തേക്ക് വിളിച്ചു. ഇനി അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് നീ സെയിം വരഗുണൻ അവനെ. ഇനി നമുക്ക് ഇച്ചിരി മുന്നോട്ട് നടന്നു വരാം. അതും അതേപോലെ തന്നെ ആദ്യം നമ്മൾ എടുത്ത പോലെ തന്നെ ശ്വാസം എടുത്ത് അത് നമ്മുടെ ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്ന് അങ്ങനെ ആരെ കണ്ട? ഭഗവാനെ കണ്ടു. അപ്പം ആ കണ്ട് നീ കണ്ടോ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു അവളോടുള്ള സ്നേഹവും ഭഗവാനോടുള്ള സ്നേഹവും എല്ലാം കൂടെ കണ്ടോ. ഇനി അങ്ങനെ തന്നെ നിന്നിട്ട് ആ മുഖത്തേക്ക് അവളുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കണ്ട. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നീ എൻ്റെ സമീപത്തേക്ക് ഒന്നും കൂടെ വിളിക്കുക. അപ്പോൾ അവിടെ തന്നെ നിൽക്കുക ആള്. അപ്പം അടുത്തേക്ക് വിളിക്കുമ്പോൾ അതിനെ വരിക സഖി വരഗുണൻ അവനെ എന്നാണ് വിളിച്ചത്. അപ്പം എങ്ങനെയാ വന്നത്? ആദ്യം 1 2. അപ്പം 1 അവിടെ, 1 അവിടെ, 2 ഇവിടെ, 1 2 ഇങ്ങോട്ട് വിളിച്ചു. ഇനി അതെനിക്കിവിടെ സ്പേസ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചൊരു സ്ഥലം കണക്കാക്കി ഇത്തിരി മൂവ് ചെയ്ത് ചെയ്യണം. മൂവ് ചെയ്യാൻ എനിക്കിവിടെ ഇത്തിരി അസൗകര്യം ഉള്ളത് കൊണ്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ മൂവ് ചെയ്തെടുക്കുക. അപ്പം ഇനി സ്പീഡാണ്. വരഗുണൻ എടുത്തിട്ട് ഇനി നമ്മൾ കൃഷ്ണൻ എന്നുള്ളൊരു മുദ്ര, അതായത് ആരെ പറയുന്നത്? കൃഷ്ണനെ പറയുന്നത് കൊണ്ട് ആ ഒരു 1 2 ആ 1 2 ഇതും കൂടെ ആഡ് ചെയ്താൽ അത് ആദ്യം ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഭംഗിക്ക് വേണ്ടി അത് ടീച്ചർ എന്നെ ഒന്നുകൂടെ ഒന്ന് മാറ്റിയതാണ്. പക്ഷെ അത് വളരെ മനോഹരമായിട്ടുണ്ട്. കാരണം നമ്മളവിടെ കൃഷ്ണനെ ഒന്ന് സ്മരിക്കുന്നതും നല്ലതാണല്ലോ. അവനെ നീ അവിടെ വളരെ ഇങ്ങനെ എന്താ പറയുക അരിഞ്ഞങ്ങിരുന്നു. അത്രയാണ് ഈ ഭാഗത്തിലുള്ളത്. ഇനി നമുക്കൊന്ന് ചേർത്തൊന്ന് ചെയ്ത് നോക്കാം. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടോ. വരിക സഖി വരഗുണൻ അവനെ കണ്ടോ. വരിക സഖി വരഗുണൻ അവനെ കണ്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗവുമായിട്ട് ഞാനും അമ്മയും വരുന്നതാണ്. എല്ലാവരും മാക്സിമം ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംരംഭത്തെ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.